ബാലസംഘത്തിൻ്റെ പിള്ളേർ എനിക്കൊരു സർപ്രൈസ് എന്നൊന്ന് പറഞ്ഞില്ലേ. സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അവർ ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് എനിക്ക് കുനിയാൻ വയ്യ, ഭയങ്കര ഊരവേദന. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുനിഞ്ഞ് സെർവ് ചെയ്യുന്നതിന് അങ്ങനെ സഹായിക്കാനൊന്നും എനിക്ക് വയ്യായിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ ഉമ്മർത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവർ കുറച്ച് പേരിങ്ങനെ മുന്നിക്ക് വന്നു. അതായത് ബസ് ഇറങ്ങിയിട്ട് ആ വീഡിയോയിൽ കണ്ടില്ലേ, അവരിങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഉമ്മറത്തേക്ക് ഫുഡ് കഴിക്കാൻ വരിക. ആ വന്ന പിള്ളേർ മുഴുവൻ തിരിച്ചു പോയേ. തിരിച്ച് ഗേറ്റിന് അങ്ങ് ഉടനെ പോയിട്ട് അവരെല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ നിന്നിട്ട് അവരെന്തോ സംസാരിച്ചു. അപ്പം ഞാൻ കരുതി അവരെന്തോ പ്രോഗ്രാമിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ട് പോയി ഇതൊക്കെ സംസാരിച്ച ആളുകൾ കൂട്ടത്തോടെ എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പം ഞാൻ വന്നപ്പോൾ വിചാരിച്ചു ഓക്കെ, എന്താ പറയുക, എല്ലാവരും കൂടി ഉമ്മറത്തേക്ക് കയറി ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാവുമെന്ന് വിചാരിച്ചിട്ടു. പക്ഷെ അങ്ങനെയല്ല, അവരെല്ലാവരും കൂടി കൺഗ്രാജുലേഷൻ മനീഷേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പിള്ളേർ അങ്ങനെ പറയുന്നുള്ളത്. അതിൽ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ അതിൽ ചില പിള്ളേർക്ക് എന്തിനാ കൺഗ്രാജുലേഷൻ പറയേണ്ടതെന്ന് പോലും അറിയാത്ത പിള്ളേരുണ്ടായിരുന്നു കേട്ടോ, എന്തിനാണെന്നുള്ളതേ. അപ്പം ഞാനതിൻ്റെ വീഡിയോ അവരാരോ അവരുടെ ഏതോ ഒരു ഫോണിൽ, വലിയ ക്ലിയർ ഒന്നും ഇല്ലാത്ത ഏതോ ഒരു ഫോണിൽ അവർ കുറച്ച് ചെറിയൊരു ഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് അവരോട് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടു നോക്കും. അവർ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ടേ എനിക്ക് വീഡിയോ എടുക്കാനോ അങ്ങനെ ഒന്നിനും പറ്റില്ല. ഞാൻ അതുവരെയും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. അവർ വരുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ആ സമയത്ത് എന്തോ എനിക്ക് ഫോൺ ഓഫാക്കാൻ തോന്നി, ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. എനിക്ക് എല്ലാവരും അറിയുന്ന പിള്ളേരെ. അപ്പം നമ്മളിങ്ങനെ സംസാരിക്കാനുള്ളൊരു സംസാരിക്കാന്നുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതെ വെച്ചത്. പക്ഷെ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയുടെ സമയം എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണിൽ വെള്ളമൊക്കെ വന്നു. കാരണം ഭയങ്കര ക്രൗഡ് കൺഗ്രാജുലേഷൻ. അത് മാത്രമല്ല, ഇപ്പം അവർ ബാലസംഘത്തിൻ്റെ വേനൽത്തുമ്പി ജാഥയുടെ പര്യടനത്തിൽ നടക്കുകയാണ്. അപ്പോൾ എനിക്ക് എല്ലാവരും അറിയുന്ന കുട്ടികളാണ്. എല്ലാവരും, ഒട്ടുമിക്ക എല്ലാവരും, എനിക്ക് 1, 2, 3, 4 പിള്ളേരൊക്കെ ഉണ്ടാവുള്ളൂ, പുതിയ ആളുകൾ. അപ്പോൾ എല്ലാവരും എനിക്ക് അറിയുന്ന. അപ്പോൾ അങ്ങനത്തെ ആളുകൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സർപ്രൈസ് പോലെ തന്നപ്പോൾ സത്യം പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ സമയത്ത് വിശാഖം കൂടി വേണമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വിശാഖം ഉണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ പിറ്റേന്ന്, അതായത് ഇന്നലെ ഇവിടെ വിശാഖിൻ്റെ ഇവിടെ അവരുടെ തന്നെ പരിപാടിയുടെ സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ പണികളായിരുന്നു വിശാഖ. അതുകൊണ്ട് ആ മൊമെൻറ്റിൽ വിശാഖ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഇവിടുത്തെ ആ പരിപാടിയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ വേറെ ഷോർട്ട്സായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.